ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖം എല്ലാവർക്കും. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഒരിക്കൽ ഭൂമിയിൽ ഒരവസ്ഥ വന്നു. ഒരു സുപ്രഭാതത്തില് ഭൂമിക്കടിയിൽ നിന്നും കുറെ ഭീകര ജീവികൾ വെളിയിലേക്ക് വന്നു. ദിനോസറുകളെ പോലുള്ള ജീവികൾ. ആ ജീവികൾ വന്ന വഴി സിങ്ഹോൾസ് എന്നാണ് പറയുന്നത്. ഈ ജീവികളെ പറയുന്നത് റീപ്പേഴ്സ് എന്നാണ്. അങ്ങനെ ഉപരിതലത്തിലേക്ക് എത്തിയതിനു ശേഷം അവറ്റകൾ മനുഷ്യരെ മൊത്തം കൊന്നൊടുക്കാൻ തുടങ്ങി. മനുഷ്യരെ മാത്രമേ ഉള്ളൂ, മൃഗങ്ങളെ അവറ്റകൾ ഒന്നും ചെയ്യത്തില്ല. ഒറ്റ മാസം കൊണ്ട് തന്നെ ഭൂമിയിലെ ഭൂരിഭാഗം മനുഷ്യരെയും അവറ്റകൾ ഇല്ലാതാക്കി. ബാക്കിയുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ അവരുടെ കയ്യിലുള്ള ഒരുവിധപ്പെട്ട ആയുധങ്ങളൊക്കെ ആ ജീവികൾക്ക് നേരെ പ്രയോഗിച്ചു നോക്കി. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. വെടിവെച്ച് കഴിഞ്ഞാൽ ആ ജീവികൾ കുറച്ച് സ്ലോ ആവുന്നല്ലാതെ അവറ്റകളെ കൊല്ലാൻ ആർക്കും പറ്റിയിട്ടില്ല. എങ്ങനെ അവറ്റകളെ കൊല്ലാൻ പറ്റും എന്നും മനുഷ്യർക്ക് മനസ്സിലായില്ല. അങ്ങനെ ആ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മനുഷ്യർ ഒരു കാര്യം മനസ്സിലാക്കി. ആ ജീവികൾക്ക് സമുദ്രനിരപ്പിൽ നിന്ന് 8000 അടി മുകളിലേക്ക് വരാൻ പറ്റത്തില്ല. ആ ഒരു രഹസ്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഭൂമിയിൽ അവശേഷിക്കുന്ന മനുഷ്യരെല്ലാം ഇപ്പൊ 8000 അടി മുകളിലാണ് ജീവിക്കുന്നത്, ഒരു മലയുടെ മുകളിൽ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കഥ തുടങ്ങുന്നത്. 2024 റിലീസ് ചെയ്ത എലിവേഷൻ ഒരു കിടിലൻ സയൻസ് ഫിക്ഷൻ സിനിമയാണ്. കണ്ടു നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആദ്യം കാണിക്കുന്നത് ഒരു പയ്യനെയാണ്. ഇവന്റെ പേര് ഹണ്ടർ. ഇവനിപ്പോൾ ഉള്ളത് സമുദ്രനിരപ്പിൽ നിന്നും 7740 അടി മുകളിലാണ്. അവിടുത്തെ ഒരു കാട്ടിലൂടെ നടക്കുകയാണ് അവൻ. അങ്ങനെ നടന്ന് അവനിപ്പോൾ ഒരു പാറയുടെ മുകളിലേക്ക് എത്തി. അവനിപ്പം നിൽക്കുന്ന മലയുടെ അപ്പുറത്തായിട്ട് വേറൊരു മലയുണ്ട്. അവിടെയും കുറെ ആൾക്കാർ വീട് കെട്ടി താമസിക്കുന്നുണ്ട്. അവനൊരു ബൈനോക്കുലർ എടുത്ത് അവിടുത്തെ ആൾക്കാരെ നോക്കുകയാണ്. എന്നാൽ അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവനൊരു ശബ്ദം കേൾക്കുന്നത്. അത് ആ ജീവിയാണ് എന്ന കാര്യം അവന് മനസ്സിലായി. കാരണം അവൻ 8000 അടി മുകളിലല്ലല്ലോ ഇപ്പം നിൽക്കുന്നത്. അങ്ങനെ വേഗം തന്നെ അവൻ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. പെട്ടെന്നാണ് ആ ജീവി അവന്റെ പുറകിൽ വരുന്നത്. പക്ഷെ ആ ജീവി അവനെ പിടിക്കുമ്പോഴേക്കും അവനൊരു വെള്ള വരയുടെ അപ്പുറത്തേക്ക് ചാടി. ഈ വെള്ള വരയാണ് ഇവരുടെ ബൗണ്ടറി. ഈ വെള്ളവരയുടെ അപ്പുറം എന്ന് പറയുന്നത് 8000 അടി മുകളിലാണ്. അതിനപ്പുറത്തേക്ക് ആ ജീവി വരത്തില്ല. അങ്ങനെ ആ ജീവി വേഗം തന്നെ അവിടെ തിരിച്ചു പോവുകയും ചെയ്തു. ഈ സമയം ഹണ്ടറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവൻ വല്ലാതെ ക്ഷീണിച്ച് അവശനായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഇവന് ശ്വാസം മുട്ടലിന് ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് രാത്രി കിടക്കുമ്പോഴൊക്കെ ഇവന് ഓക്സിജൻ മാസ്ക് വേണം. എന്നാൽ എന്തോ ഒരു ഭാഗ്യത്തിന് ഇപ്പൊ അവന് ശ്വാസം മുട്ടൽ വന്നില്ല. അങ്ങനെ അവൻ വേഗം തന്നെ അവൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഈ ഒരു ക്യാമ്പ് സമുദ്രനിരപ്പിൽ നിന്നും 8460 അടി മുകളിലാണ്. ഇവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് 193 പേരാണ്. അങ്ങനെ ഹണ്ടർ ഇപ്പം അവന്റെ വീട്ടിലേക്ക് എത്തി. ഈ സമയം അവന്റെ അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട്. അച്ഛന്റെ പേര് വിൽ എന്നാണ്. ഇയാളാണ് ഈ കഥയിലെ ഹീറോ. ഇപ്പൊ മകൻ ക്ഷീണിച്ചങ്ങോട്ട് വരുന്ന കാണുമ്പോൾ വില്ല് വേഗം അവന്റെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഹണ്ടർ കാര്യങ്ങളൊക്കെ അവന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ അയാൾക്ക് ശരിക്കൊരു ഞെട്ടലായിരുന്നു. നീ എന്താണ് മോനെ ഈ കാണിച്ചത്? നീ എന്തിനാണ് അങ്ങോട്ട് പോയത്? നിനക്ക് അവിടെ വെച്ചിട്ട് ആ ശ്വാസം മുട്ടൽ വന്നിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? അതുകൊണ്ട് ഇനി മേല എന്നോട് ചോദിക്കാൻ നീ പുറത്തേക്കൊന്നും പോരുത് കേട്ടോ എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഈ സമയം അവനാണെങ്കിൽ ഒറ്റയ്ക്ക് പോയതിന് അച്ഛൻ്റെ അടുത്തൊരു സോറി പറയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. വില്ലും ഒരു ലേഡിയും കൂടെ വേട്ടയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ ലേഡിയുടെ പേര് കേറ്റി. അങ്ങനെ അവരിപ്പോൾ ഒരു മാനിനെ പിടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. അങ്ങനെ നടക്കുന്ന സമയത്ത് വില്ലിപ്പോൾ ഹണ്ടറിന്റെ കാര്യമൊക്കെ കേറ്റിയുടെ അടുത്ത് പറയുന്നുണ്ട്. അതായത് അവൻ ആ ബോർഡർ ക്രോസ് ചെയ്ത കാര്യമൊക്കെ. അതേക്കുന്ന അവള് പറയുന്നത് അവനിവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ട് നടക്കുകയല്ലേ, അതുകൊണ്ട് ബോറടിച്ചിട്ട് പോയതായിരിക്കും. അവൾ അത് പറയുമ്പോൾ അവൻ പറയുന്നത് ബോറടിച്ചിട്ട് പോയതൊന്നല്ല, അവൻ പോയ ആ പാറയുണ്ടല്ലോ അവിടെ വെച്ചിട്ടാണ് അവൻ അവന്റെ അമ്മയെ അവസാനമായിട്ട് കണ്ടത്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അവൻ അങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്നത് എന്നാണ് വില്ലു പറയുന്നത്. ഇതേസമയം തന്നെ ഹണ്ടർ ആണെങ്കിൽ അവന്റെ വീട്ടിലിരുന്നിട്ട് അവരുടെ ഒരു ഫാമിലി ഫോട്ടോ നോക്കുകയാണ്. ഇവന്റെ അമ്മയുടെ പേര് ടാര എന്നാണ്. അവർ മരിച്ചുപോയി. അതിലവന് നല്ല രീതിയിൽ വിഷമമുണ്ട്. ഇനി കാണിക്കുന്നത് മറ്റൊരു ലേഡിയാണ്. ഇവളുടെ പേര് നീന. ഇവളൊരു സയന്റിസ്റ്റ് ആണ്. ഇവൾ ആ ജീവികളുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവള് ഇവിടുത്തെ ഒരു ടീമും കൂടെ ഒരു പ്രത്യേക ആവശ്യത്തിന് താഴെ ഇവള് വർക്ക് ചെയ്യുന്ന ഒരു ലാബിലേക്ക് പോയി. ആ കൂട്ടത്തില് വില്ലിന്റെ ഭാര്യ ടാരയുണ്ടായിരുന്നു. അതിൽ അങ്ങോട്ട് ചെന്ന സമയത്ത് ആ ജീവികൾ അവരെ അറ്റാക്ക് ചെയ്തു. ഈ നീനെ ഒഴികെ ബാക്കി എല്ലാത്തിനെയും ആ ജീവികൾ കൊന്നുകളഞ്ഞു. വളരെ കഷ്ടപ്പെട്ടാണ് ഇവളന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. പക്ഷെ അവള് പോയ കാര്യം നടന്നില്ല. എങ്കിൽ ഇപ്പോഴും എങ്ങനെ ആ ജീവികളെ കൊല്ലാം എന്ന പരീക്ഷണത്തിലാണ് അവള്. അതിനുവേണ്ടി അവൾ കുറച്ച് ബുള്ളറ്റൊക്കെ ഓവനിൽ വെച്ചിട്ട് ചൂടാക്കി. അവളുടെ കയ്യിൽ ആ ജീവികളുടെ തലയിൽ ഒരു പുറഞ്ചട്ടയുണ്ട്. അത് അവിടെ വെച്ച് അവൾ ആ ചൂടാക്കിയ ബുള്ളറ്റ് അതിലേക്ക് ഷൂട്ട് ചെയ്തു. പക്ഷെ ഇത്തവണയും അവളുടെ പരീക്ഷണം ഫെയിലായി. ആ ബുള്ളറ്റിനും ആ പുറഞ്ചട്ടയ്ക്ക് ഒരു പോറൽ പോലും ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്തൊരു നിരാശയായി. എങ്കിലും ഇതുകൊണ്ടൊന്നും അവൾ തളരാൻ പോകുന്നില്ല. അവൾ ഇനിയും അവളുടെ പരീക്ഷണം തുടർന്നുകൊണ്ടേയിരിക്കും. എങ്ങനെ ആ ജീവികളെ ഇല്ലാതാക്കാം അത് കണ്ടുപിടിച്ചിട്ടേ അവൾ ഈ ലോകം വിട്ടു പോകത്തുള്ളൂ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ആ കേറ്റി ഇപ്പം അവിടുത്തെ മലയുടെ മുകളിലിരിക്കുകയാണ്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെയുള്ള സിറ്റി കാണാൻ പറ്റും. അത് കാണുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു സങ്കടമാണ്. എന്ത് മനോഹരമായ ജീവിതമായിരുന്നു അവരുടേത്. അതെല്ലാം ഇപ്പം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവൾക്ക് ആ സിറ്റി വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്നതിന് ശേഷം അവൾ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ സമയം രാത്രി. വില്ലിപ്പം അവന്റെ സോഫയിൽ കിടക്കുകയാണ്. ഈ സമയം അവൻ ഓർക്കുന്നത് അവന്റെ ഭാര്യയായ ടാരയുമായിട്ട് സംസാരിച്ചൊരു കാര്യമാണ്. അതായത് അവൾ നീനയുടെ കൂടെ താഴേക്ക് പോകുന്നതിന് മുമ്പുള്ളൊരു കാര്യം. അവൾ താഴേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ വില്ല് അതിന് സമ്മതിച്ചില്ല. അവൻ അവളോട് പറഞ്ഞത്, എനിക്കറിയാം നിനക്ക് നീനയെ നല്ല വിശ്വാസമാണെന്ന്, പക്ഷെ നീ അവളെ കൂടെ താഴേക്ക് പോകാന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ്. ഈ ലോകത്തെ രക്ഷിക്കല് നിന്റെ ഡ്യൂട്ടിയല്ല എന്നൊക്കെയാണ് വില്ല് അവളുടെ അടുത്ത് പറയുന്നത്. അവൻ അത്രയും പറഞ്ഞു കഴിയുമ്പോൾ അവൻ പെട്ടെന്ന് ആ ഓർമ്മയിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു.
കാരണം അവന്റെ മകന് വല്ലാണ്ട് ശ്വാസം മുട്ടുന്നുണ്ട്. അതുകൊണ്ട് അവൻ വേഗം ഹണ്ടറിന്റെ അടുത്തേക്ക് എന്നിട്ട് അവന്റെ ഓക്സിജൻ സിലിണ്ടർ മാറ്റി കൊടുക്കുകയാണ്. അതോടുകൂടെ ഹണ്ടർ ഇപ്പൊ നോർമലായി. അത് കാണുമ്പോഴാണ് വില്ലൻ ആശ്വാസമാവുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇപ്പൊ മാറ്റി കൊടുത്ത സിലിണ്ടർ അവസാനത്തേതാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു സിലിണ്ടർ കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ സിറ്റിയിലുള്ള ഹോസ്പിറ്റലിലേക്ക് പോകണം. പക്ഷെ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ആലോചിച്ചിട്ട് അവൻ വല്ലാത്തൊരു ടെൻഷനിലാണ്. അങ്ങനെ മകന്റെ കാര്യം സെറ്റ് ചെയ്തതിനു ശേഷം അവനിപ്പോൾ ഒരു മാപ്പ് എടുത്തു. മലയുടെ താഴ്വാരത്തായിട്ട് ബോൾഡർ എന്ന് പറഞ്ഞൊരു സിറ്റിയുണ്ട്. അവിടെയാണ് ആ ഹോസ്പിറ്റൽ ഉള്ളത്. എങ്ങനെ ആ ജീവികളുടെ മുന്നിൽ പെടാതെ അങ്ങോട്ട് പോകാൻ പറ്റും എന്നാണ് അവനിപ്പോൾ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി. ഇന്നിപ്പോൾ ഹണ്ടറിന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് രാവിലെ തന്നെ വില്ല അവനെയും കൂടി കറങ്ങാൻ ഇറങ്ങി. ആദ്യ ആൾ അവന് ഈ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. അതിനുശേഷം അടുത്തായിട്ട് അവനൊരു നദിക്കരയിലേക്കാണ് കൊണ്ടുവന്നത്. എന്നിട്ട് എങ്ങനെയാണ് ചൂണ്ടയിടേണ്ടത് എന്ന കാര്യം കൂടെ വില്ലിപ്പ അവന് പഠിപ്പിച്ചു കൊടുത്തു. ഇതേ സമയത്തിന് ആ കേറ്റി ആണെങ്കിൽ അവിടെ മരം വെട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇന്നിപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ വില്ല അവൻ ഉണ്ടാക്കി കൊടുത്തു. അതിനിടയിൽ അവൻ ആ ഓക്സിജൻ സിലിണ്ടർ എടുക്കാൻ വേണ്ടി താഴേക്ക് പോണ കാര്യം കൂടെ ഹണ്ടറിന്റെ അടുത്ത് പറഞ്ഞു. അതിൽ അത് കേൾക്കുമ്പോൾ ഹണ്ടറിന് ശരിക്കും പേടിയായി. അത് മനസ്സിലായതുകൊണ്ട് തന്നെ നീ പേടിക്കണ്ട, എനിക്ക് ഒരു കുഴപ്പം പറ്റത്തില്ല, ഞാൻ എന്തായാലും നിന്റെ അടുത്തേക്ക് തിരിച്ചു വരും എന്നൊക്കെ അവൻ്റെ അച്ഛൻ അവൻ പ്രോമിസ് കൊടുക്കുകയാണ്. അങ്ങനെ സമയം വൈകുന്നേരമായി. കേറ്റിപ്പം 2 കുപ്പി ബിയറുമായിട്ട് വില്ലിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ആ ബിയർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവളുമായിട്ട് നല്ല കമ്പനിയാണെങ്കിലും അവൻ ആ ഓക്സിജൻ സിലിണ്ടർ എടുക്കാൻ താഴേക്ക് പോണ കാര്യം അവൻ ഇവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. കാരണം അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവളും കൂടെ വരും എന്ന കാര്യം അവനറിയാം. അങ്ങനെ അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കാൻ വേറെ ആരുമില്ല. അതുകൊണ്ടാണ് അവൻ ഇതുവരെയായിട്ടും ആ കാര്യം അവളുടെ അടുത്ത് പറയായിരുന്നത്. അങ്ങനെ അവരവിടെ നിന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്ത് വെടിശബ്ദം കേൾക്കുന്നത്. അവർ നോക്കുമ്പോൾ അത് ആ നീനയാണ്. അവൾ ഇപ്പോഴും അവിടെ പരീക്ഷണം അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അവർക്ക് ചിരിയാണ് വരുന്നത്. അവൾ എത്ര പരീക്ഷണം നടത്തിയാലും അതിൽ അവൾ വിജയിക്കാൻ പോകുന്നില്ല എന്ന കാര്യം അവർക്കറിയാം. അങ്ങനെ അവരവിടെ നിന്ന് പിരിഞ്ഞതിന് ശേഷം വില്ലിപ്പം താഴേക്ക് പോകാനുള്ള ഒരു ചാർട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഹണ്ടറിന് പിന്നെ ശ്വാസം മുട്ടുന്നത്. എന്നാൽ മാറ്റിവെക്കാൻ ഓക്സിജൻ സിലിണ്ടർ ഇല്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് വില്ല് അവനൊരു ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ്. അതോടുകൂടെ അവൻ നോർമലാവുകയും ചെയ്തു. പക്ഷേ ഈ ഇഞ്ചക്ഷൻ കൊണ്ടൊന്നും അധികകാലം അവന് പിടിച്ചേക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് താഴേക്ക് പോയേ പറ്റൂ. അങ്ങനെ വില്ല് നേരെ പോകുന്നത് ആ നീനയുടെ വീട്ടിലേക്കാണ്. ഈ സമയം അവൾ അവിടെ മദ്യപിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ അവൻ കാര്യം അവളുടെ അടുത്ത് പറഞ്ഞു, എന്റെ മകന്റെ അവസ്ഥ വളരെ മോശമാണ്. അതുകൊണ്ട് നാളെ എനിക്ക് ആ ബോൾഡറിലേക്ക് പോകണം. എന്നിട്ട് അവിടുന്ന് ഓക്സിജൻ സിലിണ്ടർ കളക്ട് ചെയ്യണം. നീ എന്തൊക്കെയാണ് വില്ലി പറയുന്നത്? ബോൾഡറിലേക്ക് പോകാനോ? അങ്ങനെയാണെങ്കിൽ നീ ഉറപ്പായിട്ടും ചാവും. ആ ജീവികളെ കൊല്ലാൻ ആർക്കും പറ്റത്തില്ല. അത് പറ്റത്തില്ല നീ എങ്ങനെ പറയുന്നത് നീന? ആ ജീവികളെ കൊല്ലാൻ പറ്റും എന്ന് നിനക്കറിയാം. അതുകൊണ്ടല്ലേ നീ ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. മാത്രമല്ല നീ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഈ കടൽ കൊള്ളക്കാരുടെ ഈ കൊടിയുണ്ടല്ലോ, അതും അതിനുള്ളൊരു തെളിവല്ലേ? ഈ കടൽ കൊള്ളക്കാരുടെ കൊടി അവൾ സൂക്ഷിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൾ എന്തെങ്കിലും ആ ജീവികളെ കൊല്ലാൻ ഒരു മാർഗം കണ്ടുപിടിക്കുകയാണെങ്കിൽ അവൾ ആ മലയുടെ മുകളിലായിട്ട് ആ കൊടി ഉയർത്തും. അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള മലകളുടെ മുകളിലുള്ള ആൾക്കാർക്കൊക്കെ അത് കാണാനും പറ്റും. അങ്ങനെ ആ ജീവികളെ കൊല്ലാൻ പറ്റും എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ബാക്കിയുള്ള എല്ലാ ജീവികളെയും കൊന്നുകളെ. അതിനു വേണ്ടിയിട്ടാണ് അവൾ ആ കൊടി അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ ആ കൊടിയിലേക്ക് നോക്കിയതിന് ശേഷം അവൻ പറയുന്നത്, ബോൾഡറിലേക്ക് എത്താനുള്ള സുരക്ഷിതമായിട്ടുള്ളൊരു വഴി ഞാൻ കണ്ടെത്തി. എന്ത് വഴി? എന്റെ അറിവിൽ അങ്ങനെ ഒരു വഴിയില്ലല്ലോ. എല്ലാ മാപ്പും എനിക്കറിയാം, എല്ലാ റൂട്ടും. 2 ദിവസത്തെ നടത്തമുണ്ട് അങ്ങോട്ട്. ആ നടക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ബോർഡറിന്റെ ഉള്ളിൽ കൂടെ നടക്കാൻ പറ്റത്തില്ല. ബോർഡർ കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ആ ജീവികൾ നമ്മളെ കൊല്ലുകയും ചെയ്യും. മാത്രമല്ല ഇനി നമ്മളിപ്പോൾ ആ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണെങ്കിലും നീ വിചാരിക്കുന്ന പോലെ അവിടെ സിലിണ്ടേഴ്സ് ഉണ്ടാവത്തില്ല. അത് ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോയി കാണും. ഇല്ല നീന, ഒരിക്കലും അത് ആരും എടുത്തുകൊണ്ട് പോകത്തില്ല. അതിനുള്ള സമയമൊന്നും ഒരുത്തനും കിട്ടിക്കാണത്തില്ല. ഓക്കെ, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ എങ്ങനെ നീ ആ ജീവികളോട് പൊരുതി നിൽക്കും? അതിനുള്ള എക്സാമ്പിൾ അല്ലേ നീന നീ അവറ്റകളോട് പൊരുതി ജയിച്ചില്ലേ? നിനക്കൊരു കുഴപ്പം പറ്റിയില്ലല്ലോ. അത് വെറും ഭാഗ്യം കൊണ്ടാണ് വിൽ. അതെന്താ നീ മനസ്സിലാക്കാത്തത്? ഭാഗ്യത്തെ ഒരിക്കലും ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കമാണെന്ന് പറയാൻ പറ്റത്തില്ല. മാത്രമല്ല ഭാഗ്യം ചിലപ്പോൾ നിന്നെ തുണച്ചൊന്നും വരത്തില്ല. നോക്കി നീന, അവറ്റകളുമായിട്ട് പോരാടിയിട്ട് ജീവനോടെയുള്ള ഒരേ ഒരാൾ നീ മാത്രമാണ്. വർഷങ്ങളായിട്ട് നീ ആ ജീവികളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് ഉപകാരപ്പെടത്തില്ലേ? അന്ന് നീ ഇറങ്ങി പുറപ്പെട്ടത് നിന്റെ ആ ലാബിലേക്കല്ലേ? ഇപ്പൊ ആ ഓക്സിജൻ സിലിണ്ടർ എടുത്തിട്ട് നമുക്കും ആ ലാബിലേക്ക് പോവാം. ആ ലാബിലെത്തിക്കഴിഞ്ഞാൽ അവറ്റകളെ കൊല്ലാൻ പറ്റുന്ന ഒരു വഴി നിനക്ക് കണ്ടെത്താൻ പറ്റും എന്നല്ലേ നീ പറഞ്ഞത്? അതുകൊണ്ടാണല്ലോ എന്റെ ഭാര്യയും നിന്റെ കൂടെ വന്നത്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് നിന്റെ സഹായത്തിന് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബോർഡറിലേക്ക് പോകാൻ സുരക്ഷിതമായിട്ടുള്ളൊരു വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ആ യാത്രക്കിടയിൽ അധിക സമയമൊന്നും ബോർഡറിന്റെ താഴെയായിട്ട് നമുക്ക് നിൽക്കേണ്ടി വരത്തില്ല. കൂടുതലും 8000 അടി മുകളിൽ കൂടെ തന്നെയായിരിക്കും നമ്മൾ നടക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, നീ കാൽവേ എന്ന പേരുള്ള മൈനിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അത് മല തുറന്നിട്ടാണ് പോകുന്നത്. അതിലൂടെ പോകാനാണ് എന്റെ പ്ലാൻ. നീ എന്താണ് വില്ലി പറയുന്നത്? മൈനിന്റെ ഉള്ളിലൂടെ പോകാനോ? അതിലെ നമ്മൾ പോയി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ മരിക്കാൻ പോകുന്നത്. ഇല്ല നീന, അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്കൊന്നും പറ്റത്തില്ല. ഒരുപാട് കാലം ഞാൻ ആ മൈനിൽ ജോലി ചെയ്തതാണ്. ആ മൈനിന്റെ മുക്കും മൂലയും എല്ലാം എനിക്കറിയാം. ഇല്ല വിൽ, നിനക്കൊരു തേങ്ങയും അറിയത്തില്ല. നീ വളരെ നിരാശനായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ളവര് പെട്ടെന്ന് കൊല്ലപ്പെടും എന്ന് പറഞ്ഞിട്ട് അവളെ നിന്ന് ഒഴിഞ്ഞു മാറി. അത് കാണുമ്പോൾ രാവിലെ 8 മണിക്ക് ഞാൻ പോകും, നീ ഉറപ്പായിട്ട് എന്റെ കൂടെ വരും എന്നാണ് എന്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ട് അവനോട് നടക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ ഞാൻ വരുന്നത് നിനക്ക് എന്താണ് ഇത്ര പ്രതീക്ഷ? പ്രതീക്ഷയല്ല, നീ ഉറപ്പായിട്ടും വന്നിരിക്കും. നീ ഇവിടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ, നിന്റെ പരീക്ഷണങ്ങളെല്ലാം ഇങ്ങനൊരു ദിവസത്തിന് വേണ്ടിയിട്ടുള്ളതല്ലേ?
എല്ലാ രാത്രിയും നീ ആ ജീവിയുടെ പുറന്തോട്ടിൽ ഷൂട്ട് ചെയ്ത് നോക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ ഇവറ്റകളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ നിനക്ക് താഴെയുള്ള ആ ലാബിലേക്ക് പോയല്ലേ പറ്റൂ. അതുകൊണ്ട് എനിക്കും നിനക്ക് വേണ്ടി എന്റെ കൂടെ നീ വന്നേ പറ്റൂ. അറ്റ്ലീസ്റ്റ് എന്റെ ഭാര്യ ഓർത്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് അവൻ പിന്നെയും നടക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ നോക്കുവിൽ നമ്മുടെ ബോർഡറിന്റെ 2000 അടി താഴെയാണ് ആ ബോൾഡർ എന്ന സിറ്റി. ഇനി എങ്ങാനും നമ്മൾ അവിടേക്ക് എത്തുകയാണെങ്കിൽ അവറ്റകൾ നമുക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. അതിലൊരൊറ്റ ഒരെണ്ണം മതി നമ്മളെല്ലാവരെയും തീർക്കാൻ. അത് ഓർത്തിട്ട് വേണം നിന്റെ അങ്ങോട്ടുള്ള യാത്ര. എനിക്കറിയാം മീന, ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അവൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അവൾ എന്തോ ആലോചിച്ചിട്ട് അവിടെ വെച്ചിരിക്കുന്ന ആ കടൽ കൊള്ളക്കാരുടെ കൊടിയിലേക്കാണ് അവൾ നോക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. അവളിപ്പോൾ അവന്റെ കൂടെ പോകാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി അവളിപ്പോൾ ഒരു ഡിവൈസ് ഉണ്ടാക്കുകയാണ്. ഒരു കോമ്പസ് പോലെ ഇരിക്കുന്ന ഡിവൈസ്. എന്നാൽ ഇതൊരു കോമ്പസ് അല്ല. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എനർജി പോലെ ആ ജീവികളുടെ ശരീരത്തിൽ നിന്നും ഒരു എനർജി വരുന്നുണ്ട്. അത് കുറച്ച് കൂടിയ അളവിലാണ്. ഈ ഒരു ഡിവൈസിന് അത് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ഡിവൈസും കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ജീവികൾ വരുമ്പം ആ ഡിവൈസിൽ സൂചി ഇങ്ങനെ അനങ്ങും. അപ്പോൾ ആ ജീവി അങ്ങോട്ട് വരുന്നുണ്ട് എന്ന കാര്യം അവർക്ക് മുൻകൂട്ടി അറിയാനും പറ്റും. അങ്ങനെ അതുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് പഴയ ചില ഓർമ്മകൾ വരുന്നത്. അതായത് അവളും ആ ടീമും കൂടെ താഴെ ലാബിലേക്ക് പോയപ്പം ആ ജീവികളെ ഒന്ന് അറ്റാക്ക് ചെയ്തല്ലോ. ആ ഒരു ഓർമ്മയാണത്. അവളെ സംബന്ധിച്ച് അതൊരു ദുരന്തമായിരുന്നു. മാത്രമല്ല ഇപ്പോഴും അവൾക്കതൊരു പേടി സ്വപ്നമാണ്. അതുകൊണ്ട് ആ ഓർമ്മകളൊക്കെ വന്നപ്പോൾ അവൾക്ക് വല്ലാണ്ട് പേടിയാവാൻ തുടങ്ങി. എങ്കിലും അങ്ങോട്ട് പോകാൻ തന്നെയാണ് അവളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വില്ലിപ്പോൾ ഒരു സ്ഥലത്തേക്ക് ചെന്ന് പോകാൻ വേണ്ടി തോക്കും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നാൽ ഈ സമയത്താണ് കേറ്റി അങ്ങോട്ട് വരുന്നത്. ഇവർ പോകാൻ പോകുന്ന കാര്യം അവൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്നും പറഞ്ഞിട്ട് അവൾ അവിടെ ചെന്നിട്ട് തോക്കെടുത്തു. അത് കാണുന്ന വില്ലാണെങ്കിൽ അവളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നീ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരാണ് നോക്കുന്നത്? അതേക്കും അവൾ പറയുന്നത് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ആൾക്കാർ നോക്കിക്കോളും. എന്നായാലും നമ്മൾ ആ ജീവികളുമായിട്ട് പൊരുതിയേ പറ്റൂ. അതിപ്പം തന്നെ അങ്ങോട്ട് ആയിക്കോട്ടെ. അതുകൊണ്ട് നീ എന്തു പറഞ്ഞാലും ഞാൻ നിന്റെ കൂടെ വരും എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ വില്ലിനോട് സംസാരിച്ചതിന് ശേഷം കേറ്റി അവിടെ നിന്ന് ഇറങ്ങി. എന്നാൽ ഈ സമയം കുറച്ച് അപ്പുറത്തായിട്ട് നീന ഇരിക്കുന്നുണ്ട്. നീനപ്പോൾ കേറ്റിയോട് ചോദിക്കുന്നത്, നീ എന്ത് കണ്ടിട്ടാണ് ഈ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? ആ ജീവി നിന്റെ നേരെ വരുന്നത് നീ കണ്ടിട്ടുണ്ടോ? ആ ജീവിയെ നീ തൊട്ടടുത്ത് വെച്ച് കണ്ടിട്ടുണ്ടോ? അതിന്റെ ശരീരത്തിൽ നിന്ന് കത്തുന്ന ലൈറ്റ് അല്ലാതെ മറ്റൊന്നും നീ കണ്ടിട്ടില്ലല്ലോ. ആ ജീവികൾ ആളുകളെ കൊല്ലുന്നത് നീ കണ്ടിട്ടുണ്ടോ? അവറ്റകൾ ആൾക്കാരെ വലിച്ചു കീറുകയാണ് ചെയ്യുന്നത്. നീ എത്ര വെടിവെച്ചാലും അതിന്റെ രോമത്തിൽ പോലും ഏൽക്കത്തില്ല. ഇനിയിപ്പോൾ നീ അതിന്റെ മുഖത്ത് വെടിവെച്ചാൽ പോലും ചിലപ്പോൾ നിനക്ക് ഓടാൻ കുറച്ച് സമയം കിട്ടിയേക്കും. എന്നാൽ നീ എത്ര ഓടിയാലും ആ ജീവി നിന്നെ പിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്നാണ് നീന പറയുന്നത്. എന്നാൽ നീന എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ അവരുടെ കൂടെ പോകും എന്ന തീരുമാനത്തിൽ തന്നെയാണ്. അങ്ങനെ അവർ 3 പേരും അവരുടെ യാത്ര തുടങ്ങി. അവരിപ്പം ഒരു പാറയുടെ മുകളിലാണ്. അവിടെ നിന്നിട്ട് എങ്ങനെയാണ് അവർക്ക് പോകേണ്ടത് എന്ന കാര്യമൊക്കെ വില്ല അവർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അതായത് കുറച്ചും കൂടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു റോപ്പ് വേണ്ട. അതിന് ബാക്കപ്പ് ജനറേറ്റർ ഉള്ളതാണ്. ഭാഗ്യമുണ്ടെങ്കിൽ അത് അവർക്ക് ഓണാക്കാൻ പറ്റും. അങ്ങനെ അത് ഓണായി കഴിഞ്ഞാൽ ആ റോപ്പ് വേ ഉപയോഗിച്ചിട്ട് അവിടെ നിന്ന് പോവാം എന്നാണ് വില്ല് പറയുന്നത്. അങ്ങനെ ആ ഡിസ്കഷന് ശേഷം അവർ മല ഇറങ്ങാൻ തുടങ്ങി. നല്ല ചെങ്കുത്തായ മലയാണ്. അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ടാണ് അവർ താഴേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ കുറെ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അവരൊരു ബൈനോക്കുലർ ഉപയോഗിച്ചിട്ട് ആ ഏരിയ മൊത്തം വീക്ഷിക്കുകയാണ്. ഈ സമയം നോക്കുമ്പോൾ താഴെയായിട്ട് മിലിറ്ററിക്കാരുടെ കുറെ വണ്ടികൾ കിടക്കുന്നുണ്ട്. അതൊക്കെ പണ്ടേ തകർന്നു പോയതാണ്. മാത്രമല്ല അവിടെ ഒരു കുഴിയും കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള കുഴികളിൽ നിന്നാണ് ആ ജീവികൾ പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ആ ഏരിയക്ക് ഒന്ന് നോക്കിയതിന് ശേഷം അവർ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. കുറെ നടന്നു കഴിയുമ്പോൾ അവരിപ്പോൾ ആ ബോർഡർ ലൈനിന്റെ അടുത്തേക്ക് എത്തി. അതിന് തുടർന്ന് അവർ തൽക്കാലം അവിടെ നിന്നു. എന്നിട്ട് നീനിപ്പം അവരുടെ ഡിവൈസ് ചെക്ക് ചെയ്യാണ്. അതിൽ അനക്കൊന്നും കാണുന്നില്ല. അതിൽ നിന്നും ആ ഏരിയയിലായിട്ട് ആ ജീവികളില്ല എന്ന കാര്യമൊക്കെ മനസ്സിലായി. ഈ സമയത്താണ് കേറ്റ് ഒരു കാര്യം ചോദിക്കുന്നത്. അല്ല നീന, നീ എല്ലാ ജീവികളുടെ കാര്യത്തിൽ എക്സ്പേർട്ട്. എന്തുകൊണ്ടായിരിക്കും ആ ജീവി 8000 അടി മുകളിലേക്ക് വരാത്തത്? അതേക്കുന്ന നീന പറയുന്നത് അത് അവറ്റകൾ ഒരു പക്ഷെ അതിന് ശ്രമിക്കാത്തതുകൊണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ അവിടെ ചെക്ക് ചെയ്ത് ആ ജീവികളൊന്നും അവിടെ ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അവർ 3 പേരും ആ ബോർഡർ ക്രോസ് ചെയ്യാണ്. എന്നിട്ട് അവർ നേരെ പോകുന്നത് ആ മിലിറ്ററിക്കാരുടെ വണ്ടികളുടെ അടുത്തേക്കാണ്. അങ്ങനെ അവിടേക്ക് എത്തിയ ഉടനെ തന്നെ അവർ ആ വണ്ടി ചെക്ക് ചെയ്യാൻ തുടങ്ങി. എന്തെങ്കിലും സാധനങ്ങൾ കിട്ടുമെന്നറിയാൻ വേണ്ടി. അങ്ങനെ ആ പരിശോധനയിൽ വില്ലിനിപ്പം കുറെ വെടിയുണ്ടകളും ഫ്ലെയേഴ്സും പിന്നെ ഒരു ഗ്രനേഡ് ലോഞ്ചറും കിട്ടി. അത് അവനെ സംബന്ധിച്ചൊരു ജാക്ക്പോട്ട് ആയിരുന്നു. അവനത് ഉടനെ തന്നെ കേറ്റിക്ക് എടുത്തു കൊടുത്തു. അവളാണെങ്കിൽ ആ ലോഞ്ചർ എടുത്ത് അവളുടെ ഗണ്ണിൽ സെറ്റ് ചെയ്യുകയും ചെയ്തു. ഈ സമയം തന്നെ നീനയ്ക്കാണെങ്കിൽ അവിടെ കിടക്കുന്ന ഒരു ജീവിയുടെ പുറഞ്ചട്ട കിട്ടി. അങ്ങനെ അവിടുത്തെ പരിശോധനയ്ക്ക് ശേഷം അവർ പിന്നെയും മുന്നോട്ട് നടക്കുകയാണ്. അങ്ങനെ നടന്ന് അവരൊരു കാട്ടിലെത്തി. ഈ സമയത്താണ് ഒരു ശബ്ദം കേൾക്കുന്നത്. അവരങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ കുറെ കുതിരകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഈ കുതിരകളൊക്കെ ഇപ്പോൾ എവിടെ നിന്നാണ് വന്നത് എന്നാണ് കേറ്റിയുടെ ചോദ്യം. അതിന് മറുപടി പറയുന്നത് നീനയാണ്. മനുഷ്യരില്ലാതായിട്ട് ഇപ്പോൾ 3 വർഷമായില്ലേ, അതുകൊണ്ട് കുതിരകളൊക്കെ ഇവിടെ ഇങ്ങനെ വിഹരിച്ച് നടക്കുകയാണ് എന്നാണ് നീന പറയുന്നത്. അങ്ങനെ കുറെ കൂടെ നടന്ന് അവരിപ്പോൾ ആ റോപ്പ് വേ ഉള്ള സ്ഥലത്തേക്ക് എത്തി. ഇത് സമുദ്രനിരപ്പിൽ നിന്നും 7620 അടി മുകളിലാണ്. ഇനിയിപ്പോൾ അവർക്ക് 8000 അടി മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് നടക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ റോപ്പ് വേയിൽ പോകണം. പക്ഷെ റോപ്പ് വേയുടെ ജനറേറ്റർ വർക്ക് ചെയ്യോ എന്ന കാര്യം അവർക്ക് അറിയത്തുമില്ല. അതുകൊണ്ട് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നവർ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് നീനയുടെ കയ്യിലെ ഡിവൈസിലൊരു അനക്കം കാണുന്നത്. അവളിപ്പോൾ ആ കാട്ടിലേക്ക് നോക്കുമ്പോൾ അവിടെ നിന്നൊരു ചുവന്ന പ്രകാശം കാണുന്നുണ്ട്. അതാ ജീവിയാണ്. അതിങ്ങനെ കാട് ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടതും കേറ്റി ആ മലമുകളിലേക്ക് ഓടാൻ തുടങ്ങി. അത് കാണുന്ന നീന പറയുന്നത് ഓടിയിട്ട് കാര്യമില്ല, നമ്മൾ അവിടേക്ക് എത്തത്തില്ല, നമുക്ക് ഈ റോപ്പ് വേയിൽ തന്നെ പോവാം എന്ന് പറഞ്ഞിട്ട് നീന ആ റോപ്പ് വേന്റെ അടുത്തേക്ക് ഓടി. അത് കാണുന്ന വില്ലും നീനയുടെ പുറകെ പോവാണ്. അങ്ങനെ റോപ്പ് വേന്റെ ആ ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് എത്തിക്കഴിയുമ്പോൾ നീ ഇവിടെ താഴെ നിൽക്ക്, ഞാൻ എഞ്ചിൻ ഓണാക്കുമെന്നും പറഞ്ഞിട്ട് വില്ല് വേഗം ആ എഞ്ചിൻ റൂമിലേക്ക് കയറി.
ഈ സമയം നീനയാണെങ്കിൽ തോക്കും പിടിച്ചുകൊണ്ട് താഴെ നിൽക്കുകയാണ്. അങ്ങനെ വില്ല എഞ്ചിൻ റൂമിലേക്ക് ചെന്നിട്ട് അവിടുത്തെ ജനറേറ്റർ ഓണാക്കാൻ തുടങ്ങി. പക്ഷെ അത് ഓണാവുന്നില്ല. ഈ സമയം നീനയാണെങ്കിൽ തോക്കും പിടിച്ചുകൊണ്ട് ആ ജീവിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് ആ പ്രകാശം അപ്രത്യക്ഷമാകുന്നത്. അത് കാണുമ്പോൾ അവർക്ക് ഡൗട്ടായി. ഈ സമയം തന്നെ കേറ്റിയും കുറച്ച് അപ്പുറത്ത് നിന്ന് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്കിപ്പോൾ ആ ജീവിയെ കാണാൻ പറ്റുന്നില്ല. എന്നാൽ ഈ സമയം ആ ജീവിയാണെങ്കിൽ ആ കാട്ടിനകത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അതിപ്പോൾ പതുക്കെ പുറത്തേക്ക് നടക്കുകയാണ്. അങ്ങനെ അതിപ്പോൾ വെളിയിലേക്ക് ഇറങ്ങിയത് കേറ്റി കണ്ടു. അതിനെ തുടർന്ന് അവളൊരു ഗ്രനേഡ് ഷൂട്ട് ചെയ്യാണ്. അതോടുകൂടെ കാട്ടിലൊരു പൊട്ടിത്തെറി നടന്നു. എന്നാൽ ആ ജീവിക്കാണെങ്കിൽ ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല. മാത്രമല്ല അത് പലയിട്ടാവുകയും ചെയ്തു. അങ്ങനെ ആ ജീവി ഇപ്പം അവരുടെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. അത് കണ്ടതും കേറ്റി പിന്നെയും ഷൂട്ട് ചെയ്തു. അങ്ങനെ പിന്നെ ഒരു പൊട്ടിത്തെറി നടന്നു. പക്ഷെ ആ ജീവിക്കാണെങ്കിൽ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അത് പലറിക്കൊണ്ട് വളരെ വേഗത്തിൽ അവരുടെ അടുത്തേക്ക് ഓടി വരികയാണ്. അങ്ങനെ അതങ്ങോട്ട് ഓടി വരുന്ന കാണുമ്പോൾ കേറ്റി അവിടെ നിന്ന് ഓടുകയാണ്. ഈ സമയമാകുമ്പോഴേക്ക് വില്ലാണെങ്കിൽ ആ റോപ്പ് ഓണാക്കി. അതിനെ തുടർന്ന് നീന വേഗം ഒരു റോപ്പുവിലേക്ക് കയറിയിരുന്നു. അങ്ങനെ പതുക്കെ അത് മൂവ് ആവാൻ തുടങ്ങി. അതിനിടയിൽ വില്ലും ആ റോപ്പുവിലേക്ക് കയറി. ഈ സമയം ആ ജീവിയാണെങ്കിൽ ഇപ്പൊ കേറ്റിയുടെ പുറകെയാണ് ഓടുന്നത്. അത് കണ്ടതും ആ റോപ്പുവിന്റെ മുകളിൽ എഴുന്നിട്ട് വില്ല് അതിന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിൽ കേറ്റി വേഗം അവിടെയുള്ള ആ റോപ്പുവിന്റെ പില്ലറിന്റെ മുകളിലേക്ക് കയറി. ഈ സമയത്താണ് ആ ജീവി മുകളിലേക്ക് ചാടിയിട്ട് ആ റോപ്പിൽ പിടിച്ചു വലിക്കുന്നത്. അതോടുകൂടെ അത് മൊത്തത്തിൽ കുലുങ്ങാണ്. പക്ഷെ ഭാഗ്യത്തിന് അവർ രണ്ടുപേരും താഴേക്ക് വീണില്ല. അങ്ങനെ അവരുടെ റോപ്പ് ഇപ്പം നീന നിൽക്കുന്ന ആ പില്ലറിന്റെ അടുത്തേക്ക് എത്തി. അവളാണെങ്കിൽ അവിടെ നിന്ന് താഴേക്ക് ചാടാൻ നിൽക്കുകയാണ്. അങ്ങനെ അവരുടെ റോപ്പുവെ കേറ്റിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവൾ വേഗം താഴേക്ക് ചാടി. എന്നാൽ അവൾ ആ റോപ്പുവിന്റെ മുകളിലേക്കല്ല ലാൻഡ് ആവുന്നത്. അവളിപ്പോൾ താഴേക്ക് വീഴാൻ തുടങ്ങുകയാണ്. എന്നാൽ അപ്പോഴേക്കും വില്ല് കയറി അവളുടെ കയ്യിൽ പിടിച്ചു. അങ്ങനെ അവളിപ്പം അവിടെ തൂങ്ങി നിൽക്കുകയാണ്. ഈ സമയത്താണ് ആ ജീവി വന്നിട്ട് ആ റോപ്പിൽ പിന്നെയും പിടിക്കുന്നത്. അതിനെ തുടർന്ന് ആ റോപ്പ് ഇപ്പം താഴേക്ക് പോവാണ്. മാത്രമല്ല അവർ 3 പേരും അതിൽ നിന്ന് താഴേക്ക് വീഴുകയും ചെയ്തു. ഈ സമയം അവർ നോക്കുമ്പോൾ ആ ജീവി അവരുടെ തൊട്ടടുത്തെത്താനായി. അത് കണ്ടതും അവർ വേഗം എഴുന്നേറ്റ് അവിടെ ഓടുകയാണ്. അങ്ങനെ ആ ജീവി അവരെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ആ ബോർഡിന്റെ അപ്പുറത്തേക്ക് ചാടി. അതോടുകൂടെ ആ ജീവി അവിടെ സ്റ്റോപ്പ് ആവുകയും ചെയ്തു. അങ്ങനെ അവരൊന്ന് നോക്കിയതിനു ശേഷം ആ ജീവി തിരിച്ചു പോവാണ്. അങ്ങനെ കഷ്ടിച്ചാണ് അവരിപ്പോൾ അതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ സമയം രാത്രി അവരിപ്പോൾ 8209 അടി മുകളിലായിട്ട് ഒരു റിസോർട്ടിലാണ്. ഇന്നിപ്പോൾ അവിടെയാണ് അവർ തങ്ങാൻ പോകുന്നത്. അവിടുത്തെ ആ റൂം സെർച്ച് ചെയ്തപ്പോൾ നീനയ്ക്കൊരു കുപ്പി മദ്യം കിട്ടി. അവർ 3 പേരും കൂടെ അത് കഴിക്കാൻ തുടങ്ങി. ഈ സമയം കേറ്റി ആണെങ്കിൽ വല്ലാത്തൊരു വിഷമത്തിലാണ് ഇരിക്കുന്നത്. കാരണം അവൾ എത്ര ഷൂട്ട് ചെയ്തിട്ടും ആ ജീവിയെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അവളിപ്പോൾ പറയുന്നത് നീ പറഞ്ഞത് ശരിയാണ് നീന. ആ ജീവി അടുത്തുനിന്ന് കാണുന്നത് വളരെ ഭീകരമാണ്. ഈ ജീവികൾക്കൊപ്പം ഈ ഭൂമിയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരല്ല നമ്മൾ. കേറ്റി അത് പറഞ്ഞു കഴിയുമ്പോൾ വില്ല് പറയുന്നത് ചിലപ്പോൾ ദൈവവിശ്വാസികളൊക്കെ പറഞ്ഞത് ശരിയായിരിക്കും. മനുഷ്യരാശിയുടെ പാപങ്ങളുടെ ശിക്ഷയായിരിക്കും ഈ ജീവികൾ. എന്നാൽ നീന അതിന് വിശ്വസിക്കുന്നില്ല. അവൾ അത് പറയുമ്പോൾ പിന്നെ നീ എന്തിനാണ് വിശ്വസിക്കുന്നത്? വില്ലാണത് ചോദിക്കുന്നത്. എന്നാൽ അവൾ അതിന് മറുപടി പറയുന്നില്ല. ഈ സമയം കേറ്റി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഭൂമിയിലെ കണ്ടീഷൻ വെച്ച് ഇവിടുത്തെ ഭക്ഷ്യ ശൃംഖലയിലെ പ്രധാനികൾ ഈ ജീവികളാണ്. അവറ്റകളാണ് പ്രിഡേറ്റേഴ്സ്. നമ്മളൊക്കെ അതിന്റെ ഇരകൾ മാത്രമാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അവറ്റകളുടെ കയ്യിൽ നിന്നും ഈ ഭൂമിയെ നമുക്ക് തിരിച്ചെടുത്തല്ലേ പറ്റൂ. അതിന് നമ്മൾ എന്താണ് ചെയ്യുക? കേറ്റി അത് പറഞ്ഞു കഴിയുമ്പോൾ നീന പറയുന്നത് അവറ്റകൾ പെട്ടെന്ന് എവിടെ നിന്നോ പൊട്ടിമുളച്ചാണ്. എവിടെ നിന്നാണ് അവറ്റകൾ വന്നത് എന്ന് പഠിക്കാനുള്ള ഒരു അവസരം പോലും ആർക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവറ്റകളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അവറ്റകളെ കൊല്ലാനുള്ള ഒരു വഴി നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷെ അവറ്റകൾ അതിനു മുമ്പ് നമ്മളെ കൊല്ലത്തില്ലേ? വില്ലാണത് ചോദിക്കുന്നത്. എന്നാൽ അതിന് മറുപടി പറയുന്നത് കേറ്റാണ്. ശരിയാണ് വിൽ, നമ്മളിൽ കുറെ ആൾക്കാർ മരിക്കും. എങ്കിലും ഒരു ദിവസം നമ്മൾ മനുഷ്യര് തന്നെ ആ ജീവികളെ കീഴ്പ്പെടുത്തും. ഈ സമയം വില്ല് നീനയോട് ചോദിക്കുന്നത് 3 വർഷം നീ രാവും പകലും അതിനെക്കുറിച്ച് പഠിച്ചില്ലേ? എന്നിട്ടും നിനക്ക് അതിനെക്കുറിച്ച് ഒന്നും മനസ്സിലായിട്ടില്ലേ? അതേക്കുമ്പോൾ ആ ജീവികൾ ആദ്യമായിട്ട് ഭൂമിയിലേക്ക് വന്നപ്പോൾ എന്താണ് ചെയ്തതെന്ന് നിനക്കറിയോ? ഒറ്റ മാസം കൊണ്ട് ലോകത്തിന്റെ 95% ജനത്തെയും അവറ്റകൾ ഇല്ലാതാക്കി. എന്നാൽ ആ വേട്ടയാടലിന്റെ ഇടയിൽ ഭക്ഷണം കഴിക്കുകയോ ഉറങ്ങുകയോ പോലും ആ ജീവികൾ ചെയ്തിട്ടില്ല. ഒരു സെക്കൻഡ് പോലും റെസ്റ്റ് എടുക്കാതെ മനുഷ്യരെ മാത്രം കൊന്നു കളഞ്ഞു. സാധാരണ പ്രിഡേറ്റേഴ്സ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. പ്രിഡേറ്റേഴ്സ് ഒരാളെ കൊല്ലുന്നത് അവറ്റകൾക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ ജീവികൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇവറ്റകളെ കൊല്ലാൻ വേണ്ടിയിട്ട് മാത്രമാണ് കൊല്ലുന്നത്. അതും മനുഷ്യരെ മാത്രം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുക, അതാണ് ഈ ജീവികളുടെ ലക്ഷ്യം. നീ എന്തായി പറഞ്ഞു വരുന്നത്? ഈ ജീവികൾ ഇങ്ങോട്ട് വന്നതെല്ലാം ഒരു മാസ്റ്റർ പ്ലാന്റെ ഫലമായിട്ടാണെന്നാണോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നീ പറഞ്ഞു വരുന്നത് കേറ്റി പറഞ്ഞ പോലെ തന്നെ അവറ്റകൾ പ്രിഡേറ്റേഴ്സും നമ്മൾ അവരുടെ ഇരകളുമാണെന്നാണ്. ഇല്ല വിൽ, ഞാൻ പറഞ്ഞത് അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല. പിന്നെ നീ എന്താണ് പറഞ്ഞു വരുന്നത് നീന? അതൊന്ന് വ്യക്തമാക്കിത്താ, വില്ല് പിന്നെയും പറഞ്ഞു. എന്നാൽ ഇപ്പം അവൾക്ക് അതിനൊരു വ്യക്തത കൊടുക്കാൻ പറ്റുന്നില്ല. ആ ജീവികളെക്കുറിച്ച് ഇനിയും പഠിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. നീനയും കേറ്റിയും നല്ല ഉറക്കമാണ്. എന്നാൽ വില്ല് ഉറങ്ങിയിട്ടില്ല. അവനിപ്പോൾ ചിന്തിക്കുന്നത് അവൻ അവന്റെ ഭാര്യയുമായിട്ട് സംസാരിച്ച ആ സംഭാഷണത്തെക്കുറിച്ചാണ്. അന്ന് അവൻ അവളെ പോണ്ടാന്ന് പറഞ്ഞിട്ട് തടഞ്ഞല്ലോ. പക്ഷെ അവൾ അതിന് സമ്മതിച്ചില്ല. അവൾക്ക് പോയേ പറ്റൂ. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇവരുടെ കയ്യിൽ അവരുടെ മകന് വേണ്ടി കുറച്ച് ഓക്സിജൻ സിലിണ്ടറേ ഉള്ളൂ. അതുകൊണ്ട് അധികകാലം അവർക്ക് ഓടാൻ പറ്റത്തില്ല. ഇപ്പൊ നീനയുടെ കൂടെ പോവുകയാണെങ്കിൽ സിറ്റിയിലെ ഹോസ്പിറ്റലിൽ നിന്ന് ആ സിലിണ്ടറും കൂടെ അങ്ങോട്ട് എടുത്തുകൊണ്ട് വരാൻ പറ്റും. അതുകൊണ്ടാണ് അന്ന് അവൾ നീനയുടെ കൂടെ പോയത്. ഈ കാര്യങ്ങളൊക്കെയാണ് അവനിപ്പോൾ ഓർക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി അവരിപ്പം ആ മൈനിലെത്തി. അങ്ങനെ വേഗം തന്നെ അവർ ആ തുരങ്കത്തിലേക്ക് കയറാണ്. എന്നാൽ ഈ സമയത്താണ് വില്ല് ഇതുവരെ പറയാത്തൊരു കാര്യം ഇപ്പൊ അവരുടെ അടുത്ത് പറയുന്നത്. അതായത് ഈ തുരങ്കത്തിന്റെ ഭൂരിഭാഗം ഭാഗവും 8000 അടി മുകളിലൂടെയാണ് കടന്നു പോകുന്നത്.
എന്നാൽ ഇടയ്ക്ക് കുറച്ച് ദൂരം 8000 അടി താഴെ കൂടെ പോകുന്നുണ്ട്. ആ കാര്യം ഇപ്പോഴാണ് അവൻ അവരുടെ അടുത്ത് പറയുന്നത്. അത് കേൾക്കുന്ന നീനയ്ക്ക് ദേഷ്യമാണ് വരുന്നത്. നീ ഇതെന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്നാണ് അവളുടെ ചോദ്യം. നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ, അതത്ര കാര്യമാക്കാനൊന്നുമില്ല, വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് ആ ദൂരം ക്രോസ് ചെയ്യാൻ പറ്റും എന്നാണ് അവൻ പറയുന്നത്. അതേക്കെന്ന് നീന പറയുന്നത്, നീ എന്തറിഞ്ഞിട്ടാ വില്ലി സംസാരിക്കുന്നത്? ആ ജീവികൾ വന്നത് തന്നെ ഭൂമിക്കടിയിൽ നിന്നാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാർബൺ ഡയോക്സൈഡ് വെച്ചിട്ടാണ് അവറ്റുകൾ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. ആ ജീവികളുടെ വായിലുള്ള ആ ചുവന്ന പ്രകാശം നീ കണ്ടിട്ടില്ലേ? അത് വെച്ചാണ് അവറ്റുകൾ സ്കാൻ ചെയ്യുക. അതുകൊണ്ട് 1 സെക്കൻഡ് നീ താഴെ കൂടെ നടന്നാൽ മതി അവറ്റുകൾക്ക് നമ്മളെ കണ്ടുപിടിക്കാൻ വേണ്ടി. നീ ഈ കാര്യം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിന്റെ കൂടെ വരത്തില്ലായിരുന്നു എന്നൊക്കെയാണ് അവള് പറയുന്നത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും അവർ ഇറങ്ങി തിരിച്ചു. ഇനി അവർക്ക് മുന്നോട്ട് പോയേ പറ്റൂ. അതുകൊണ്ട് അവർ ആ തുരങ്കത്തിലൂടെ മുന്നോട്ട് നടക്കുകയാണ്. അങ്ങനെ കുറെ നടന്ന് അവർ 8ാമത്തെ ലെവലിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വഴി പോകാനാണ് വില്ല് നേരത്തെ പ്ലാൻ ചെയ്തത്. എന്നാൽ കുറച്ച് നടന്ന് ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടുത്തെ കാഴ്ച അവനെ ഞെട്ടിച്ചു കളഞ്ഞു. ആ ഒരു ലൈൻ അടച്ചിരിക്കുകയാണ്. അതവൻ തീരെ പ്രതീക്ഷിച്ചതല്ല. ഇനിയിപ്പോൾ അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ 7ാമത്തെ ലെവൽ കൂടെ പോകണം. അതാണെങ്കിൽ 8000 അടി താഴെയാണ്. അതിൽ 1 കിലോമീറ്റർ നടന്നെങ്കിൽ മാത്രമേ അവർക്ക് അപ്പുറത്തേക്ക് എത്താൻ പറ്റൂ. അങ്ങനെ മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവർ 7ാമത്തെ ലെവലിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ താഴേക്ക് എത്തി അതിലേ നടക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ജീവി അവരുടെ പുറകെ വരുന്നത്. അത് കണ്ടതും അവരവിടുന്ന് ഓടാൻ തുടങ്ങി. ഓടുന്ന വഴിക്ക് കേറ്റി ആ ഗ്രനേഡ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതോടുകൂടെ അവിടെ ഒരു പൊട്ടിത്തെറി നടന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറെ ഓടി അവരവിടെ ഇരിക്കുന്ന ഒരു വണ്ടിയുടെ അടുത്തേക്ക് എത്തി. അങ്ങനെ അതും ക്രോസ് ചെയ്തിട്ട് അവർ അപ്പുറത്തേക്ക് കിടക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ആ ജീവി അങ്ങോട്ടെത്തി. ആ വണ്ടി അവിടെ കിടക്കുന്ന കാണുമ്പോൾ ആ ജീവി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തുരങ്കത്തിന്റെ റൂഫിലേക്ക് കയറിയിട്ട് അപ്പുറത്തേക്ക് ഇറങ്ങാണ്. അത് കണ്ടതും വില്ല് അതിന് നേരെ ഷൂട്ട് ചെയ്തു. അത് അതിന്റെ തലയ്ക്കാണ് കൊള്ളുന്നത്. എന്നിട്ടും അതിനൊരു പോറൽ പോലും പറ്റിയില്ല. ഇനിയിപ്പോൾ വെടിവെച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാവുമ്പോൾ അവൻ പിന്നെ അവിടെ നിന്ന് ഓടി. അങ്ങനെ അവർ 3 പേരും കൂടെ ഇപ്പോൾ ഒരു ഇടുക്കിലേക്ക് കയറി നിൽക്കുകയാണ്. എന്നാൽ ആ ജീവിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നില്ല. പക്ഷെ അവിടെ ആളുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് അവിടെ പൊളിക്കും എന്ന കാര്യം അവർക്കറിയാം. അതിനാളെ തിരിച്ചറിയുന്നത് മനുഷ്യൻ പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡ് വഴിയാണ്. അതുകൊണ്ട് തന്നെ അവർ ശ്വാസം പിടിച്ചു നിന്നു. ഈ സമയത്താണ് ആ ജീവി അതിന്റെ വാലകത്തേക്ക് ഇടുന്നത്. അതിപ്പം ആ ചുവന്ന ലൈറ്റ് വെച്ചിട്ട് അവരുടെ ശരീരം മൊത്തം സ്കാൻ ചെയ്യുകയാണ്. എന്നാൽ അവർക്കാണെങ്കിൽ അധിക സമയം ശ്വാസം പിടിച്ച് നിൽക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് വില്ല് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലെയർ കത്തിച്ചിട്ട് അപ്പുറത്തേക്ക് ഇട്ടു. അതിനെ തുറന്ന് ആ ജീവിയുടെ വാലിപ്പം ആ ഫ്ലെയറിന്റെ പുറകെ പോയി. ഈ സമയത്താണ് കേറ്റി അവിടെ ഒരു ചെറിയ തുരങ്കം കാണുന്നത്. അങ്ങനെ ഒരു 3 പേരും കൂടെ ആ തുരങ്കം വഴി അപ്പുറത്തേക്ക് കിടക്കുകയാണ്. അങ്ങനെ ആദ്യം വെളിയിലേക്ക് വരുന്നത് കേറ്റിയാണ്. എന്നാൽ അവൾ നോക്കുമ്പോൾ അവളുടെ മുമ്പിലായിട്ട് മറ്റൊരു ജീവി നിൽക്കുന്നു. അത് പെട്ടെന്ന് അതിന്റെ വാല് വെച്ചിട്ട് അവളെ പിടിച്ചു. ഈ സമയമാകുമ്പോഴേക്കും വില്ലു അങ്ങോട്ടെത്തി. എന്നാൽ അവൻ അവളെ രക്ഷിക്കുമ്പോഴേക്കും ആ ജീവി അവളെയും പിടിച്ചുകൊണ്ട് അവിടെ പോയി. അത് കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ് അവൻ. ഈ സമയമാകുമ്പോഴേക്കും നീനയാണെങ്കിൽ അവൻ അകത്തേക്ക് വലിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്തായാലും അവർക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഉറപ്പായിട്ടും ആ ജീവി തിരിച്ചു വരും. അതുകൊണ്ട് അവർ വേഗം മുന്നോട്ട് പോവാണ്. അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവരിപ്പോൾ മുകളിലേക്കുള്ള ഒരു വലിയ കോണി കണ്ടു. അങ്ങനെ അവർ 2 പേരും ആ കോണി വഴി മുകളിലേക്ക് കയറാണ്. അങ്ങനെ ആ വഴി അവർ എത്തിച്ചേരുന്നത് പുറത്തേക്കാണ്. ഇപ്പൊ അവർ 8000 അടിക്ക് മുകളിലായി. ഇനി അവർ സേഫാണ്. പക്ഷെ കേറ്റി അത് കൊണ്ടുപോയതുകൊണ്ട് അവർക്ക് നല്ല വിഷമമുണ്ട്. അവർക്കാണ് ഇനി ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവർ പിന്നെയും നടക്കാൻ തുടങ്ങി. കുറെ നടന്ന് അവരിപ്പോൾ ഒരു ഫോറസ്റ്റ് ഓഫീസിലേക്ക് എത്തി. ആ ഓഫീസിന് മുമ്പിലായിട്ട് ഒരു ട്രക്ക് കിടക്കുന്നുണ്ട്. അവർക്കിനി അത് ഉപയോഗിക്കാം. പക്ഷെ ഇന്നിനി യാത്ര വേണ്ട എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർ ആ ഓഫീസിൽ തന്നെ തങ്ങാണ്. അവിടെ സെർച്ച് ചെയ്യുമ്പോൾ അവർക്ക് കുറെ ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടി. അങ്ങനെ അതൊക്കെ കുക്ക് ചെയ്തിട്ട് അവർ ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം വില്ലിപ്പോൾ ഒരു കാര്യം ഉള്ളിട്ട് ചോദിച്ചു. അല്ല, നീ ഈ ലാബിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് അവിടെ നിനക്ക് എടുക്കാനുള്ളത്? അത് പെരിക്ലൈസ് എന്ന പേരുള്ള ഒരു കെമിക്കലാണ്. മാഗ്നീഷ്യം ഓക്സൈഡിന്റെ ക്യൂബിക് വേർഷൻ. നീ ആ ജീവികളുടെ പുറംചട്ട കണ്ടിട്ടില്ലേ? അത് നമുക്ക് തകർക്കാൻ പറ്റത്തില്ല. അതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കിയത് അവരുടെ ശരീരത്തിൽ നിന്നും ഒരു ഇലക്ട്രിക്കൽ ചാർജ് വരുന്നുണ്ട്. അതൊരു പക്ഷേ അവറ്റകളുടെ ഒരു ഡിഫൻസ് മെക്കാനിസം ആയിരിക്കും. പക്ഷെ ഇതിനൊന്നും ഒരു ഉറപ്പില്ല, എൻ്റെ ഒരു നിഗമനം മാത്രമാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്ന പോലെയാണ് കാര്യങ്ങളെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പെരിക്ലൈസ് ഉണ്ടല്ലോ, അതൊരു ബുള്ളറ്റിന് മേലെ തേച്ച് കഴിഞ്ഞിട്ട് അതിന് ഷൂട്ട് ചെയ്യാം. അങ്ങനെ ഷൂട്ട് ചെയ്താൽ ആ ജീവിയുടെ ശരീരത്തിൽ കൊള്ളുമ്പോൾ ഒരു നിമിഷം നേരത്തേക്ക് മില്യൺ വോൾട്ടേജ് വ്യത്യാസം അവിടെ ഉണ്ടാവും. അതോടെ അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യും. ശക്തിയായിട്ടുള്ള ഒരു പൊട്ടിത്തെറിയായിരിക്കും അത്. ഒരിക്കലും ആ പൊട്ടിത്തെറി അതിജീവിക്കാൻ ആ ജീവികളെ കൊണ്ടാവത്തില്ല. ഈ ഒരു വിശദീകരണമാണ് അവൾ അവന് കൊടുക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അപ്പം നീ ഒരു മാജിക് ബുള്ളറ്റിന്റെ കാര്യമാണല്ലോ പറയുന്നത്, ഇതൊക്കെ നടക്കുമോ എന്നാണ് അവന്റെ ചോദ്യം. നടക്കും എന്നാണ് അവളുടെ പ്രതീക്ഷ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ ആ ട്രക്കുമായിട്ട് നേരെ സിറ്റിയിലേക്ക് പുറപ്പെട്ടു. അവർ പോകുന്ന വഴിക്ക് അതിലങ്ങനെ കുറെ കുതിരകളൊക്കെ ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം അവരിപ്പോൾ സിറ്റിയിലേക്ക് എത്തി. ഇപ്പൊ സിറ്റിയിലും കുറെ കുതിരകൾ അതിലങ്ങനെ ഓടി നടക്കുന്നുണ്ട്. അങ്ങനെ അവർ വേഗം തന്നെ ആ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ വണ്ടി നിർത്തി. എന്നിട്ട് വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് ആ ഹോസ്പിറ്റലിനകത്തേക്ക് പോവാണ്. ആ ഹോസ്പിറ്റലിന്റെ 5ാമത്തെ നിലയിലാണ് അവിടുത്തെ സ്റ്റോർ റൂം ഉള്ളത്. അവിടെയാണ് ആ ഓക്സിജൻ സിലിണ്ടറൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. അങ്ങോട്ടാണ് അവരിപ്പോൾ പോകുന്നത്. എന്നാൽ 5ാമത്തെ നിലയിൽ ആ സ്റ്റോർ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ആ സിലിണ്ടറുകൾ ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അതുണ്ടാവാൻ സാധ്യത ഓപ്പറേഷൻ തിയേറ്ററിലാണ്. എന്നാൽ ഈ സമയത്താണ് പുറത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അത് ആ ജീവിയാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ പതുക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് വേഗം ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നടക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിയതിനു ശേഷം വില്ല അവന്റെ ബാഗിലേക്ക് ആ ഓക്സിജന്റെ സിലിണ്ടറുകളൊക്കെ നിറയ്ക്കുകയാണ്. അങ്ങനെ അതൊക്കെ ഫില്ല് ചെയ്തതിനു ശേഷം അവർ വേഗം വെളിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് മുന്നോട്ട് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ജീവി വന്നിട്ട് അവിടുത്തെ ചുമരൊക്കെ ഇടിച്ച് താർക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് കൊഴിഞ്ഞു മാറിയിട്ട് അവർ വേഗം മുന്നോട്ട് ഓടുകയാണ്.
എന്നാൽ കുറെ പോയി ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ ആ ജീവി ഒരു ചുമരിന്റെ അകത്തൂടെ അതിന് വാലിട്ടിട്ട് വില്ലൻ അങ്ങോട്ട് പിടിച്ചു. അവന് പനങ്ങാൻ പറ്റുന്നില്ല. അത് കണ്ടത് നീന എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിരിക്കുന്ന ഒരു മഴ എടുത്തിട്ട് ആ വാലിനൊരു വെട്ട് കൊടുക്കുകയാണ്. അതോടുകൂടെ ആ ജീവി അവനെ വിട്ടു. അതിനെ തുടർന്ന് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടുകയും ചെയ്തു. അങ്ങനെ അവർ അവിടെ നിന്ന് വെളിയിലേക്ക് നടക്കുമ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കുറച്ച് സിലിണ്ടർ വെച്ചിട്ടുണ്ട്. അവൾ അതിൽ നിന്നും കുറച്ച് ഗ്യാസ് റിലീസ് ചെയ്തു. എന്നിട്ടാണ് പുറത്തേക്ക് കിടക്കുന്നത്. അങ്ങനെ അവർ വെളിയിലേക്ക് കടന്നിട്ട് അപ്പുറത്തെ റൂമിൽ നിൽക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ആ ജീവി അങ്ങോട്ട് എത്തി. എന്നാൽ ആ ജീവി അവനെ പിടിക്കാൻ വരുമ്പോഴേക്കും അവിടെ കുറെ ഓക്സിജൻ സിലിണ്ടർ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. വില്ലിപ്പം അതിലേക്ക് ഷൂട്ട് ചെയ്യാണ്. അതോടുകൂടെ വലിയൊരു പൊട്ടിത്തെറി നടന്നു. അതിൽപ്പെട്ട് ആ ജീവിയാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് തെറിക്കുകയും ചെയ്തു. പിന്നീട് അവർ നോക്കുമ്പോൾ ആ ജീവിക്ക് അനക്കൊന്നും കാണുന്നില്ല. അതോട് തന്നെ അവർ വേഗം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ട്രക്കും എടുത്തിട്ട് അവളുടെ ലാബിലേക്ക് പോവാണ്. എന്നാൽ അവരവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് ആ ജീവി അവിടെ നിന്ന് നിൽക്കുന്നത്. അത് ഇതുവരെയായിട്ട് ചത്തിട്ടില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. അവരിപ്പം ആ ലാബിലേക്ക് എത്തി. ചെന്ന ഉടനെ തന്നെ നീന അവളുടെ പരീക്ഷണം തുടങ്ങി. അവൾ ആ കെമിക്കല് ഒരു ബുള്ളറ്റിൽ തേച്ചിട്ട് ആ ജീവിയുടെ പുറംചട്ടയുണ്ടല്ലോ അത് അവിടെ വെച്ചിട്ട് അതിലേക്ക് ഷൂട്ട് ചെയ്യാണ്. എന്നാൽ ഇത്തവണയും അവളുടെ എക്സ്പെരിമെന്റ് ഫെയിലായി. ആ പുറംചട്ടയ്ക്ക് ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല. ഇത് കാണുമ്പോൾ വില്ലിന് ശരിക്കും നിരാശയായി. അവൻ പറയുന്നത്, ഇനി നീ ഇതും പരീക്ഷിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാതെ നമുക്ക് തിരിച്ചു പോവാം, എന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും വന്നിട്ട് നമുക്ക് നോക്കാം എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ നീന അതിന് സമ്മതിക്കുന്നില്ല. നീ പോവാൻ നോക്കുവിൽ, നിന്റെ മകന് നിന്നെ ആവശ്യമുണ്ട്. എനിക്ക് എന്തായാലും ഇവിടെ കുറച്ചും കൂടെ പണിയുണ്ട്. ആ പണിയൊക്കെ തീർത്തിട്ട് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് തിരിച്ചെത്തിക്കോളാം എന്നും പറഞ്ഞിട്ട് അവൾ അവനോട് പറഞ്ഞു വിട്ടു. അതിനെ തുടർന്ന് അവൻ വേഗം അവന്റെ വണ്ടി എടുത്തിട്ട് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ അവൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം അവൾ വീണ്ടും ഒരു കെമിക്കൽ എടുത്തിട്ട് ആ ബുള്ളറ്റിൽ തേച്ചു. എന്നിട്ട് പിന്നെയും ഷൂട്ട് ചെയ്തു. എന്നാൽ അതും ഫെയിലായി. അതുകൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്തൊരു നിരാശയായിരുന്നു. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. ഈ സമയത്താണ് അവളുടെ കയ്യിലെ ഡിവൈസിലെ ആ സൂചി അനങ്ങുന്നത്. ഒരു ജീവി ഇപ്പോൾ അവിടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ അവളത് കാണുന്നില്ല. എന്നാൽ ഈ സമയം അവൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു. അവിടെ നല്ല പവറുള്ള 2-3 ബാറ്ററികൾ വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോഴാണ് അവൾക്കൊരു ഐഡിയ തോന്നുന്നത്. ഈ ബാറ്ററി ഉണ്ടാക്കുമ്പോൾ അതിൽ കൊബാൾട്ട് ഉപയോഗിക്കും. അവൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് കൊബാൾട്ട് എടുത്തിട്ട് അത് മാഗ്നീഷ്യവുമായിട്ട് മിക്സ് ചെയ്യാണ്. എന്നിട്ട് ആ ഒരു മിശ്രിതം ഇപ്പൊ ആ ബുള്ളറ്റിലേക്ക് തേച്ചു. പെട്ടെന്നാണ് ആ ജീവി അങ്ങോട്ട് ഓടി വരുന്നത്. അത് കണ്ടതും അവൾ വേഗം ആ ബുള്ളറ്റ് എടുത്തിട്ട് ആ ജീവിനെ ഷൂട്ട് ചെയ്യാണ്. ഇതേ സമയം തന്നെ വില്ലാണെങ്കിൽ അവൻ ആ വണ്ടിയിൽ ഇങ്ങനെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അവന്റെ വണ്ടിയുടെ ടയർ പൊട്ടിപ്പോകുന്നത്. അതോടുകൂടെ വണ്ടി അവിടെ മറിയുകയും ചെയ്തു. പിന്നീട് അവൻ കണ്ണു തുറക്കുന്നത് ആ ജീവികളുടെ ശബ്ദം കേട്ടിട്ടാണ്. അതിനെ തുടർന്ന് അവൻ വേഗം വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പൊ അവൻ നോക്കുമ്പോൾ ഒരു ജീവി അവന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ വേഗം അവിടുത്തെ കാട്ടിലേക്ക് ഓടാണ്. ആ ജീവിയാണെങ്കിൽ വളരെ വേഗത്തിൽ അവന്റെ പുറകെ വരുന്നുണ്ട്. അങ്ങനെ കുറെ ഓടി അവൻ കാട്ടിലൊരു പാറയുടെ അടുത്തേക്ക് എത്തി. ഈ സമയമാകുമ്പോഴേക്കും വേറെയും 2 ജീവികളും കൂടെ അവന്റെ അടുത്തേക്ക് എത്തി. അതിലൊരു ജീവി ഇപ്പോൾ ഉള്ളത് അവന്റെ തൊട്ട മുകളിലാണ്. അങ്ങനെ അവൻ വേഗം അവന്റെ തോക്കെടുത്തിട്ട് ആ ജീവിക്ക് നേരെ വെടിവെച്ചു. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതിന്റെ ബുള്ളറ്റൊക്കെ തീർന്നപ്പം അവൻ ചെറിയൊരു തോക്കെടുത്തു. എന്നാൽ അതുമായിട്ട് പിന്നെ ഷൂട്ട് ചെയ്യാണ്. അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതിന്റെ ബുള്ളറ്റും തീർന്നു. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നവൻ അറിയത്തില്ല. ഉറപ്പായിട്ട് അവൻ മരിക്കും. അതുകൊണ്ട് തന്നെ അവൻ വല്ലാതെ കരയാൻ തുടങ്ങി. അവന്റെ മകനെ ഓർത്തിട്ടാണ് അവൻ ഇത്രയും വിഷമം. എന്നാൽ ഈ സമയം ആ ജീവി അവന്റെ അടുത്തേക്ക് വരുമ്പോഴാണ് പെട്ടെന്ന് നീന ആ ജീവിയുടെ പുറകെ വന്നിട്ട് അവൾ ഉണ്ടാക്കിയ പുതിയ ബുള്ളറ്റ് വെച്ചിട്ട് അതിനെ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ അത് ഷൂട്ട് ചെയ്തതും അടുത്ത സെക്കൻഡിൽ ആ ജീവി താഴേക്ക് വീണു. മാത്രമല്ല ഒരു ബോംബ് പൊട്ടുന്ന പോലെ ആ ജീവി പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അങ്ങനെ ആ ജീവിയുടെ പണി തീർത്തതിന് ശേഷം അവൾ മറ്റ് 2 ജീവികൾക്ക് നേരെ അത് ഷൂട്ട് ചെയ്തു. അതിനെ തുടർന്ന് അവറ്റകളും പൊട്ടിത്തെറിച്ചു. ഇതൊക്കെ കണ്ട് വില്ലാണെങ്കിൽ ശരിക്കും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവളുടെ ആ എക്സ്പെരിമെന്റ് വർക്കായി എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ ആ ജീവികളൊക്കെ ചത്തു കഴിഞ്ഞതിന് ശേഷം അവർ 2 പേരും ഇപ്പൊ ആ ജീവികളുടെ അവശിഷ്ടങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ഈ സമയത്താണ് ആ ഞെട്ടിക്കുന്ന കാര്യം വില്ലിന് മനസ്സിലാവുന്നത്. ആ ജീവികളൊന്നും തന്നെ ഓർഗാനിക് അല്ല, അവറ്റകളെല്ലാം മെഷീൻസ് ആണ്. ആ കാര്യം അവൻ അവളുടെ അടുത്ത് പറയുകയും ചെയ്തു. എന്നാൽ അവക്കാണെങ്കിൽ ഈ കാര്യം ആ ലാബിൽ വെച്ചിട്ട് തന്നെ മനസ്സിലായതാണ്. അവളിപ്പോൾ അവനോട് പറയുന്നത്, അതേ വിൽ, ഇവറ്റകളെല്ലാം മെഷീൻസ് ആണ്. അവ നമ്മളെ വേട്ടയാടും, പക്ഷെ ഭക്ഷിക്കില്ല. അവ ഉറങ്ങത്തില്ല, അവറ്റകൾ ശ്വസിക്കത്തുമില്ല. മാത്രമല്ല അവറ്റകൾ 8000 അടി മുകളിൽ 1 ഇഞ്ച് പോലും അപ്പുറത്തേക്ക് വരത്തുമില്ല. ഇങ്ങനെയാണ് അവറ്റകളെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അവൾ അത് പറയുമ്പോൾ ആരാണ് ഇവറ്റകൾ ഇങ്ങോട്ട് അയച്ചത് എന്നാണ് അവന്റെ ചോദ്യം. അവൻ അത് ചോദിക്കുമ്പോൾ അവൾ നേരെ മുകളിലേക്കാണ് നോക്കുന്നത്. അങ്ങനെ അവർ 2 പേരും അവിടെ തിരിച്ചു നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് വില്ല് മറ്റൊരു കാര്യം ചോദിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ 8000 അടി എന്നൊരു ബൗണ്ടറി ലൈൻ വെച്ചിരിക്കുന്നത്? അതേക്കുന്ന അവൾ പറയുന്നത്, അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയത്തില്ല, പക്ഷെ അവറ്റകളെ ഇപ്പൊ കൊല്ലാൻ പറ്റും എന്ന കാര്യം മനസ്സിലായല്ലോ, അത് തന്നെ വലിയൊരു ആശ്വാസം എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ നീനയും വില്ലും അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. വില്ലിപ്പ് അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ ഹണ്ടർ ഓടി വന്നിട്ട് അവന്റെ അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയം നീനയാണെങ്കിൽ നേരെ പോയിരിക്കുന്നത് ആ കടൽ കൊള്ളക്കാരുടെ കൊടി ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അത് അവൾ ഉയർത്തി കഴിയുമ്പോൾ ഇപ്പൊ ആ ഏരിയയിൽ നിൽക്കുന്ന എല്ലാവർക്കും അത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ആ ബുള്ളറ്റുകൾ ഉണ്ടാക്കുന്നതാണ്. അതിനിടയിൽ നീനയാണെങ്കിൽ ആ ജീവിയുടെ ശരീരത്തിൽ എന്തൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. നീനിപ്പോൾ നേരെ പോയിരിക്കുന്നത് അവിടെയുള്ള ഒരു മാലാഖയുടെ പ്രതിമയുടെ അടുത്തേക്കാണ്. അവളുടെ പുറകിലായിട്ട് വില്ലു നിൽക്കുന്നുണ്ട്. അവളിപ്പോൾ ഒരു ബുള്ളറ്റ് എടുത്ത് ആ മാലാഖയുടെ അടുത്തേക്ക് വെച്ചു കൊടുത്തു. ആ ബുള്ളറ്റിൽ എഴുതിയിരിക്കുന്നത് കേറ്റിയുടെ പേരാണ്. അങ്ങനെ ഈ പരിപാടിയൊക്കെ തീർത്തതിന് ശേഷം അവർ കുറച്ച് ആൾക്കാരെ കൂട്ടി നേരെ ആ ബോർഡറിന്റെ അടുത്തേക്ക് വന്നു. സാധാരണ ആ ബോർഡർ കടക്കാൻ അവർക്ക് പേടിയാണ്. എന്നാൽ ഇപ്പം അവർക്ക് ഒരു പേടിയുമില്ല. പിന്നീട് കാണിക്കുന്നത് ആ കാട്ടിൽ പലയിടങ്ങളിലായിട്ട് ആ ജീവികൾ പൊട്ടിത്തെറിക്കുന്നതാണ്. അങ്ങനെ സമയം രാത്രി വില്ലും നീനയും ഇപ്പോൾ ഒരു പാറയുടെ മുകളിൽ നിൽക്കുകയാണ്. അവരവിടെ ഒരു ടെലിസ്കോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നോക്കുമ്പോഴാണ് അവരൊരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്.
ആകാശത്തു നിന്നും 3 ഏലിയൻ സ്പേസ്ഷിപ്പ് ഇപ്പൊ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.